മാസപ്പടി കേസിൽ SFIO നടപടിക്ക് സ്റ്റേ ഇല്ല. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ആവശ്യം തള്ളി ഡൽഹി ഹൈക്കോടതി. SFIO അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് പുതിയ ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി ചോദിച്ചു. കേസ് 21-ന് പുതിയ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. അതേസമയം കേസിൽ ED കടന്നുവരികയാണെന്നും ഇത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്നും CMRLന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിൽ ആകെ 13 പ്രതികളാണുള്ളത്. CMRL MD ശശിധരൻ കർത്തയാണ് കേസിൽ 1-ാം പ്രതി. കേസിൽ വീണ വിജയൻ 11-ാം പ്രതിയാണ്. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 114 രേഖകളും 72 സാക്ഷികളും SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസ് പ്രത്യേക കോടതി ഈ ആഴ്ച തന്നെ നമ്പറിട്ട് പരിഗണിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം മാസപ്പടി കേസിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കഴിഞ്ഞ വർഷം മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നടപടികൾ പുനരാരംഭിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അവരോട് രേഖകൾ ആവശ്യപ്പെട്ട് ED കത്ത് നൽകിയിരുന്നു. ഇതും പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുന്നതിനായി വീണ വിജയൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ED തീരുമാനിച്ചിട്ടുണ്ട്. കേസ് ഇല്ലാതാക്കാനാവില്ലെന്നും ജനത്തിന് വാസ്തവം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. EDയെ വിശ്വാസമില്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ അടക്കം ഒത്തുകളിച്ചത് കണ്ടെത്താനായെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. നേരത്തെ മാസപ്പടി കേസിൽ CMRL KSIDC ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ED ചോദ്യം ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് ഫ്രോഡ് എന്നതിനപ്പുറം CMRL മാസപ്പടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നീളാൻ സാധ്യതയുണ്ട്.